BRS-ന് ഒരു രാഷ്ട്രീയ ഭാവി ഇനി ഇല്ല എന്നുള്ളത് വ്യക്തമാകുന്നു. അതായത് അഴിമതിയുടെ എല്ലാ രീതിയിലുള്ള ആരോപണങ്ങളും നേരിടുന്ന BRS പരിവാരങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള റെയ്ഡും അന്വേഷണവുമായി വ്യാപൃതിയിലാണ്. ഒരു കാര്യം വ്യക്തമാകുന്നു, BJP വേഴ്സസ് കോൺഗ്രസ് എന്ന രീതിയിലേക്ക് തെലങ്കാന മാറി മറിയുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും അവിടെ BRS എന്നത് ഒന്നുമല്ലാതാകാം എന്നുള്ളത് വ്യക്തമാകുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും 42 സീറ്റുകൾ BRS-ന് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ ചന്ദ്രശേഖർ റാവു ഫലം വന്നതിന് ശേഷം രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ച മട്ടിലാണ്. കാരണം അദ്ദേഹം ഒരിക്കലും ഇത്തരത്തിൽ ഒരു തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രമേൽ സുസജ്ജമായി മുന്നേറാം എന്ന വിചാരമായിരുന്നു അദ്ദേഹത്തിനുള്ളതെങ്കിൽ അതൊക്കെ പാടെ പൊളിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു രേവന്ത് റെഡ്ഡിയും കൂട്ടരും അവിടെ നടത്തിയത്. ഫലം വന്നപ്പോൾ തന്നെ കോൺഗ്രസിന് ആഹ്ലാദമടക്കാൻ കഴിയാത്ത ഒരു നിമിഷമായിരുന്നു. കാരണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർണാടക പിടിച്ചടക്കിയതിന് ശേഷം തൊട്ടടുത്ത സംസ്ഥാനമായ തെലങ്കാന കൂടി വളരെ എളുപ്പത്തിൽ തന്നെ ഹോംവർക്ക് ചെയ്ത് ലഭിച്ചു എന്നുള്ളത് അവരെ ഏറെ ആശ്വാസവും ആവേശവും ഉണർത്തുന്ന കാര്യമായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ അടിമുടി ആവേശം നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമായിരുന്നു തെലങ്കാനയിലേത്. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളുള്ള തെലങ്കാനയിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം 15 എണ്ണമെങ്കിലും നേടിയെടുക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അത് മാത്രമല്ല, ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ AIMIM-നെ തകർത്തെറിയുക എന്നുള്ള ശക്തമായ വാശിയോടുകൂടിയാണ് കോൺഗ്രസ് ഇവിടെ മത്സരിക്കുന്നത് പോലും. നമുക്കറിയാം, AIMIM അതിശക്തമായി വാഴുന്ന മേഖലയാണ് ഹൈദരാബാദ് മേഖല. ഹൈദരാബാദിൽ നിന്നുള്ള ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന അവിടുത്തെ നിയമസഭാ സീറ്റുകളിലൊക്കെ AIMIM MLA-മാരുണ്ട്. അതുപോലെ തന്നെ അക്ബറുദ്ദീൻ ഓവൈസിയും അസദുദ്ദീൻ ഓവൈസിയും AIMIM-നെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവരുടെയൊക്കെ ഉദ്ദേശം എന്നത് എന്താണ് എന്നുള്ളത് പൊളിച്ചു കാണിക്കാൻ കോൺഗ്രസിന് ഇത്രയും നാളായി കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ മുന്നേറ്റം ഏതൊക്കെ മേഖലയിലുണ്ടോ അവിടെയൊക്കെ BJP-യെ സഹായിക്കലാണ് AIMIM-ന്റെ പണി. അത് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് കോൺഗ്രസിന്റെ ജോലിയെന്ന് കോൺഗ്രസ് നേതൃത്വം ശക്തമായി തന്നെ ആരോപിക്കുകയാണ്. AIMIM-ന്റെ ഇത്തവണത്തെ ഒരു കളിയും നടക്കില്ല എന്നുള്ളതും അത് വെള്ളത്തിൽ വരച്ച വരയായി മാറുമെന്നും കൃത്യമായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നുമുണ്ട്.